ഹലോ ഗായ്സ്, വെൽക്കം ടു വയലറ്റ് വിഷസ്. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത് തന്നെ. നമുക്ക് ഈ ബുക്ക് കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടാവല്ലോ. നമ്മുടെ സ്വന്തം സ്ക്രാപ്പ് ബുക്കാണിത്. എന്നാൽ അതൊക്കെ മുന്നേ ഇവനക്കൊരു ചരിത്രം ഉണ്ടായിരുന്നു. എന്റെ ബുള്ളറ്റ് ജേണൽ ബുക്കായിരുന്നു ഗായ്സ്. 2025 ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ബുക്കായിരുന്നത്. ബുക്കിനോട് എനിക്കൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഓരോ മന്തും എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനതിൽ ട്രാക്ക് ചെയ്യുമായിരുന്നു. ബുള്ളറ്റ് ജേണൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും മന്ത്ലികളും അത് ട്രാക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ജേണലിംഗ് ആണ്. ഇങ്ങനെ ബുക്കാക്കിയിട്ടും ചെയ്യാൻ വേണമെങ്കിൽ അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് മാസം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം ഓരോ മാസം ഓരോ തീമിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷെ 2025 ജൂലൈ വരെ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ആ ബുക്ക് എടുത്ത് വെച്ചേക്കായിരുന്നു. അതിനിടയിൽ ഏതോ ഒരു ദിവസം ദുവാക്കി ബുക്ക് കിട്ടി. ആ ബുക്ക് മൊത്തം കുളം തൊണ്ടി വെച്ചിട്ടുണ്ട്. അതിലോരോ പേജുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അപ്പൊ ഇനി നമുക്ക് 2026 ഓഗസ്റ്റ് മുതൽ നമുക്ക് നമ്മുടെ ബുള്ളറ്റ് ജേണലിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതി. ഇത് തന്നെ എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. ഓൾറെഡി അത് 2025 ബുക്കാണ്. പിന്നെ നമ്മൾ സ്ക്രാപ്പ് ജേണലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വേറൊരു ബുക്ക് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബുള്ളറ്റ് ജേണലിംഗ് ബുക്ക് ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് കവർ പേജ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ തീം ബുക്ക് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഗസ്റ്റ് മന്ത് എന്തായാലും ബ്ലൂ തീം ആക്കാന്ന് ഞാൻ കരുതി. ഒരു ബട്ടർഫ്ലൈ തീമാണ്, പക്ഷെ ബട്ടർഫ്ലൈ തീം വേണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനൊരു ഓഷ്യൻ തീമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇതൊക്കെ വരച്ച് ഇതിന് കളറൊക്കെ ചെയ്ത് വരുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അത് നമുക്ക് എങ്ങനെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇടയ്ക്ക് വെച്ച് ഫ്രെയിം മാറുന്നുണ്ടാവും. വേറെ ഒന്നല്ല, ഞാൻ എന്റെ വീട്ടിലോട്ട് മെല്ലെ വന്നതാണ്. വീട്ടിലോട്ട് വന്നപ്പോൾ നമ്മളെ ക്യാമറയും എല്ലാം കൂടി എടുത്ത് വന്നു. അത് ഈ വീട്ടിലേക്ക് വന്നത് പനിച്ചിട്ടൊക്കെയാണ്. പനി ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷെ വീഡിയോ അത് നമുക്ക് എടുക്കേണ്ടതല്ലേ, അത് ഇമ്പോർട്ടൻസ് അല്ലേ. ഫ്രെയിമിലടക്ക് കാണുന്ന ആ കുറുമ്പത്തില്ലേ, ആളെ പേരാണ് ലൂഫി. വീട്ടിലെ പെറ്റാണ് കേട്ടോ. ആൾക്ക് എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ എന്റെ മക്കൾക്ക് ഇവിടെ പേടിയാ. എന്ത് ചെയ്യാനാ. ആഹ ബേബിക്ക് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ തുവ ബേബിക്ക് ഭയങ്കര പേടിയാ. ലെമ്മല്ല പേടി മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് നടക്കണില്ല. ആശാനെ ഇടക്കൊന്ന് ഉന്നം വെക്കും. ആ ഉന്നം വെപ്പിൽ ഇവർക്ക് ഭയങ്കര പേടിയാടോ. പിള്ളേരും പറഞ്ഞിട്ട് കാര്യമില്ല. ഉന്നം വെപ്പിൽ ഒരു ചാട്ടത്തില് ആ നഖം അങ്ങോട്ട് കൊണ്ടാ പിന്നെ കഴിഞ്ഞില്ല. അത് വലിയ പണിയായില്ലേ. ആഹമോളുടെ കാര്യം അവൾക്ക് അതൊന്നും അറിയാനായിട്ടില്ല. സ്മോൾ ബേബി അല്ലേ. നമ്മ വിഷയത്തിൽ നിന്ന് മാറിയായിരുന്നു. പറഞ്ഞു വന്നത് നമ്മുടെ ബുള്ളറ്റ് ജേണലിംഗ് ആണ്. ബുള്ളറ്റ് ജേണലിലെ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ഫ്രണ്ട് പേജ് സെറ്റ് ആക്കലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓഗസ്റ്റ് മന്ത് ആണെങ്കിൽ ഓഗസ്റ്റ് മന്തിന്റെ ഫ്രണ്ട് പേജ് സെറ്റ് ആക്കാം. മുന്നേ പറഞ്ഞിരുന്നു ഞാനൊരു ഓഷ്യൻ തീമാണ് സെലക്ട് ചെയ്തത്. വേറെ ഒന്നുമല്ല, ബ്ലൂ സെലക്ട് ചെയ്തപ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് ഓഷ്യൻ തീമാണെന്ന് തോന്നി. റെയിൻ തീം എന്റെ മനസ്സിലോട്ട് വന്നിരുന്നു. പക്ഷെ റെയിൻ തീം ഓൾറെഡി ജൂലൈയിൽ ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു. അപ്പൊ ഇപ്പൊ ഓഗസ്റ്റിൽ റെയിൻ വേണ്ട, അപ്പൊ പിന്നെ ഓഷ്യൻ ആക്കാം എന്ന് കരുതി ചെയ്തതാ. എല്ലാം ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തേക്കണേ. ഒന്നും എന്റെ ഓൺ ആയിട്ട് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ആദ്യം പിൻട്രസ്റ്റ് ചെക്ക് ചെയ്യും, എന്നിട്ട് എനിക്ക് അതിൽ ആപ്റ്റ് ചെയ്തേതോ അത് ഞാൻ സെലക്ട് ചെയ്യാണ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു, നമുക്ക് സ്വന്തമായിട്ട് ചിന്തിച്ച് എന്നായിരിക്കും ചെയ്യാൻ പറ്റാന്നുള്ളതൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു കഴിവേ ഇല്ല. അല്ലെങ്കിൽ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നോക്കി ചെയ്യാൻ എനിക്കറിയാം. അതും പെർഫെക്റ്റ് അതുപോലെ തന്നെ. അല്ലെങ്കിൽ എനിക്ക് എന്റെ വക അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റും. പക്ഷേ എന്റെ മനസ്സിൽ നിന്ന് വന്നിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഡ്രോയിങ് പോലത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഒരിക്കലും പറ്റാത്തൊരു സാധനം. റെഫറൻസ് ഇല്ലാതെ എനിക്ക് ഒരു വക വരൊക്കെ അറിയില്ല. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കില്ല. ചെയ്യേണ്ടത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രാക്കേഴ്സ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൂഡ് ട്രാക്കറും സ്ലീപ്പ് ട്രാക്കറും പിന്നെ മീ ടൈമും. ട്രാക്കർ ഞാൻ ഒരു 2 പേജ് മൊത്തമാക്കി എടുത്തിട്ട് നല്ല വിശദമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വരക്കാൻ പറ്റുന്ന രീതിയിൽ ഫിഷും ഫിസ്റ്ററും ഒക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജെല്ലി ഫിഷും ഒക്കെ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടു, അതുപോലെ വരക്കാൻ ശ്രമിച്ച സാധനങ്ങളാണ്. ഇനി വന്നത് കറക്റ്റ് ഒരു 31 വേണം. കാരണം ഓഗസ്റ്റ് 31 ഡേയ്സ് ഉണ്ടല്ലോ. ഈ മൂഡ് ട്രാക്കർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ ദിവസത്തെ മൂഡ് എങ്ങനെയാന്നുള്ളത് എപ്പോഴും ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ജേണൽ ചെയ്യുമ്പോൾ ഞാൻ എപ്പെടുത്തുന്ന സാധനമാണ് മൂഡ് ട്രാക്കർ. ഇതിൽ ഞാൻ 3 ടൈപ്പ് ഓഫ് മോഡ്സ് ആണ് യൂസ് ചെയ്യാറ്. ഹാപ്പി, ഒന്ന് സാഡ്, പിന്നെ ഒന്ന് ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസം. ഓവറോൾ നമ്മുടെ റേറ്റ് മൈ ഡേ നോക്കുകയാണെങ്കിൽ ഹാപ്പി ആണോ സാഡ് ആണോ അല്ലെങ്കിൽ ഭയങ്കര ഹെക്റ്റിക് ആണോ എന്നുള്ളത് നമുക്ക് ഇതിൽ രേഖപ്പെടുത്താവുന്നതുള്ളൂ. ഇതൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ. ഈ ജേണൽ ഇങ്ങനെ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണല്ലോ. ഇതായിട്ട് ചെയ്തിരിക്കുന്നത് മീ ടൈം ആണ്. ആഫ്റ്റർ ഹാവിംഗ് 2 ബേബീസ്, ടൈം എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു ബേബി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു മീ ടൈം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ബേബിയും കൂടി വന്നപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ പോലുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഹെക്റ്റിക് ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു. ഇനി ഞാൻ എനിക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തണമെന്ന് ഞാൻ എനിക്ക് തന്നെ തീരുമാനം എടുത്തതിന് ശേഷമാണ് മീ ടൈം ഞാൻ ബുള്ളറ്റ് ജേണലിൽ എന്തായാലും ഉൾപ്പെടുത്തുന്നത് ഞാൻ വിചാരിച്ചത്. ഇതും എന്റെ മീ ടൈം ഞാൻ എപ്പോഴും ചെലവഴിക്കാറുള്ളത് ഇങ്ങനെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനാണ്. വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്നത് സത്യം പറഞ്ഞാൽ അപ്പോഴാണ്. പറഞ്ഞാൽ അതിന് വേണ്ടി തന്നെയാണ് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തന്നെ തുടങ്ങിയത്. ഇതുവരെ ഞാൻ എനിക്കൊന്നും ചെയ്യാത്ത വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇന്നർ ഗിൽറ്റ് ചെയ്യുന്ന എന്തൊക്കെയോ ഫീലിംഗ് ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കാം, കോണ്ടന്റ് ക്രിയേഷൻസ് തുടങ്ങാം എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ പറയില്ല, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്നർ ഗിൽറ്റ് വളരെയായിട്ട് കുറയും. കാരണം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങൾ നോക്കാം, പിള്ളേരെ മാത്രം നോക്കിയിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ എവിടെക്കോ മിസ്സിംഗ് ആയിട്ട് തോന്നും. നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എനിക്ക് കണ്ടെത്തിയതാണ് ഈ വീഡിയോ ക്രിയേഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. എന്താണെന്നല്ലേ, സ്ലീപ്പ് ട്രാക്കർ. കൊറോണ എല്ലാവരുടെ ഉറക്കത്തിന്റെ സത്യം പറഞ്ഞാൽ താളം തെറ്റി കിടക്കാണെന്നാണ് എൻ്റെ ഒരു ഗമനം. ഒരു 12 മണി അല്ലെങ്കിൽ 2 മണി കഴിയാണ്ട് ഉറക്കം വരില്ല. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ശരിയല്ലെന്നും ഹെൽത്തിന് തീരെ നല്ലതല്ലെന്നും ഞാൻ മനസ്സിലാക്കി അതിനെ മാറ്റി
മാറ്റി റിവേഴ്സ് അടിച്ച് ഞാനൊരു 9 മണി 10 മണിക്കുള്ളിൽ കിടക്കാൻ മാക്സിമം നോക്കുന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹാവിങ് 2 kids ആൻഡ് സ്ലീപ്പിംഗ് ഈസ് ഇമ്പോസിബിൾ. ഇതെല്ലാം ന്യൂ മോമീസിന് മനസ്സിലാകും. ബീഷ് ഉറങ്ങാത്തോടത്തോളം നേരം നമുക്ക് ഉറക്കം വരില്ല. അവർ ഉറങ്ങാൻ വേണ്ടി നമ്മൾ ഉറക്കം നടിച്ച് കിടന്നാൽ പോലും നമുക്ക് ഉറക്കം വരില്ല. ഉറങ്ങി സെറ്റിലായി എന്ന് കണ്ടാൽ മാത്രമാണ് നമ്മുടെ മനസ്സ് വരെ ഫ്രീ ആവുള്ളൂ. പിന്നെ മനസ്സ് എപ്പോഴാണോ ഫ്രീ ആവണേ അപ്പോഴാണ് ഉറക്കം തന്നെ വരുള്ളൂ. നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങിയെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലീപ്പ് ട്രാക്കർ. ഇത് സ്വന്തം ട്രാക്ക് ചെയ്യില്ല, നമ്മൾ തന്നെ ട്രാക്ക് ചെയ്ത് നമ്മൾ തന്നെ അതിൽ അടയാളപ്പെടുത്തണം. ഇതുവരെയുള്ള ഡേറ്റ്സിന്റെ എല്ലാതും കളർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഡേയ്സിലുള്ള എല്ലാതും എങ്ങനെയാണ് അതുപോലെയാണ് ഞാൻ ഇതിൽ കളർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇസ് റിയലി ഹാക്ടിക് ഫോർ മീ ബിക്കോസ് ഓഫ് ഷോപ്പിന്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് സ്ലീപ്പ് ഉണ്ടായിട്ടില്ല, മീ ടൈം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഫുൾ ബിസി ആയിരുന്നു. അവിടെ നിന്നുള്ള ഡേയ്സ് ഒക്കെ നോർമൽ ആയിരുന്നു. മര്യാദ ഉറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ നമുക്ക് ഇനിയും ആഡ് ചെയ്യാൻ പറ്റും. എന്താന്നല്ലേ, ട്രാക്കർ, വാട്ടർ ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഇങ്ങനെയോ അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഹാബിറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്കുള്ള ഏതെങ്കിലും ഹാബിറ്റ് മാറ്റണം. അതിനൊക്കെ നമുക്ക് ഈ ബുള്ളറ്റ് ജേർണൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ലൈഫിൽ ഒരു അടക്കം ചിട്ടയും കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഹാബിറ്റ് ട്രാക്കറോ അല്ലെങ്കിൽ മൊത്തത്തിലൊരു ബുള്ളറ്റ് ജേർണൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഓവറോൾ ബുള്ളറ്റ് ജേർണലിന്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമ്മൾ കമന്റിൽ പറയാൻ മറക്കരുത്. ഇത് കുറച്ച് എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നല്ല ഫീവർ ആയിരുന്നു. അതിന്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചേക്കുന്നത്. എഫേർട്ടിനുള്ളതുണ്ടോ എന്നുള്ളത് കമന്റിൽ പറയാൻ മറക്കല്ലേ. പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലോങ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മുടെ വീഡിയോസിൽ കമന്റിൽ പറയുകയാണെങ്കിൽ അത് ഒരുപാട് ഉപകാരമായിരിക്കും. കാരണം തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാമല്ലോ. ഞാൻ പനി കാരണം കേട്ടോ ഗിവ് അവേന്റെ റിസൾട്ട് വൈകുന്നത്. ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പേഴ്സണെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു വേഗം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. ഓൾറെഡി ഗിവ് അവേയിൽ വിന്നേഴ്സ് ആയിട്ടുള്ളവർക്ക് ഞാൻ അയക്കാനൊക്കെ റെഡി ആക്കി വെച്ചതായിരുന്നു. അപ്പോഴല്ലേ നമ്മുടെ ഫീവർ ഇങ്ങോട്ട് മഞ്ഞു തുള്ളി വന്നത്. ഞാൻ വീട്ടിലെത്തിയിട്ട് എന്തായാലും അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കില്ലല്ലോ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ നമ്മുടെ പേജ് റെക്കമെൻഡ് ചെയ്യാൻ മറക്കല്ലേ. ബ്രേസ്ലെറ്റ്സ് മേക്കിങ്ങും പിന്നെ ഒരുപാട് ഗിവ് അവേസ് നമ്മുടെ പേജിൽ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് തുടർന്ന് കാണാൻ മറക്കല്ലേ. ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.